ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ഈശ്വരനും ജഗത്തിനും ജീവനും വെവ്വേറെ അസ്തിത്വങ്ങളുണ്ട്. മാധ്വാചാര്യരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ദ്വൈതം വേദാന്ത ദർശനത്തിലെ ഒരു വിഭാഗമാണ്. പ്രപഞ്ച വസ്തുക്കളെയെല്ലാം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈശ്വരനും സൃഷ്ടിക്കപ്പെടുന്ന ചരാചരങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചത്തിനും വെവ്വേറെ അസ്തിത്വമുണ്ടെന്ന ചിന്താഗതിയാണ് ദ്വൈതവാദം. ഈ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് വൈഷ്ണവനായ മാധ്വാചാര്യരാണ്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ സിദ്ധാന്തം സ്ഥാപിതമായത്. ബ്രഹ്മസമ്പ്രദായത്തിന്റെ ഭാഗമാണിത്. ഏറ്റവും അധികം പിന്തുണയ്ക്കപ്പെടുന്ന ആദിശങ്കരന്റെ അദ്വൈത സിദ്ധാന്തത്തിനെ ശക്തമായി എതിർത്ത മാധ്വാചാര്യർ ബ്രഹ്മവും ജീവനും ഭിന്നമെന്നും അഭിന്നമെന്നും ഒരേ സമയം വാദിക്കുന്ന രാമാനുജാര്യരുടെ വിശിഷ്ടാദ്വൈതത്തെയും അംഗീകരിച്ചില്ല. ബ്രഹ്മവും ആത്മാവും തികച്ചും ഭിന്നമെന്നാണ് ദ്വൈത സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. പ്രശസ്തമായ ഉപനിഷത്ത് വാക്യങ്ങൾക്ക് അദ്വൈത ആശയക്കാരുടേതിൽ നിന്നും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ മാധവാചാര്യർ അവതരിപ്പിച്ചു. ഉദാഹരണത്തിന്, ഏകമേവ അദ്വിതീയം എന്നതിന് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ബ്രഹ്മത്തിന് മേലെയോ സമമായോ മറ്റൊന്നും ഇല്ലെന്നുള്ളതാണ്. തത്വമസിക്ക് നൽകുന്ന അർത്ഥം ആത്മാവിന് ഈശ്വരൻ തുല്യമായ ഗുണങ്ങൾ ഉണ്ടെന്നാണ്. മനുഷ്യർക്കും മറ്റു പ്രപഞ്ച വസ്തുക്കൾക്കുമെല്ലാം അതീതമായ ദിവ്യശക്തിയാണ് ഈശ്വരൻ. ആ ശക്തി സ്വന്തം ഇച്ഛാനുസരണം പ്രപഞ്ചത്തിലുള്ള തേജോഗോളങ്ങളും മനുഷ്യരും ഉൾപ്പെടെ ചരാചരങ്ങളെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള സകലതിൻ്റെയും നിലനിൽപ്പ് ഈ ശക്തിയുടെ ഇച്ഛയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രപഞ്ചം ഈ ശക്തിയെ ആശ്രയിച്ച് കഴിയുന്നു. പ്രപഞ്ചവും ആ ശക്തിയുമായി ആശ്രയാശ്രയീ ഭാവമല്ലാതെ മറ്റൊരു ബന്ധവുമില്ല. മനുഷ്യന്റെ ആത്മാവ് പോലും ഈ ശക്തിയിൽ നിന്നും ഭിന്നമാണ്. ആത്മാവും സൃഷ്ടിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. ആത്മാവ് ഈശ്വര നിശ്ചയം അനുസരിച്ച് വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുവെന്നും പാപപുണ്യങ്ങളുടെ തോതനുസരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ എത്തിച്ചേരുന്നെന്നും ആത്യന്തികമായി മുക്തി പ്രാപിച്ച് ഈശ്വരൻ ലയിക്കുന്നു എന്നുള്ള വിഭിന്ന സിദ്ധാന്തങ്ങൾ ദ്വൈതവാദത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഭൗതികവാദികൾ ദ്വൈതവാദത്തെ നിരാകരിച്ചുകൊണ്ട് ഭൗതിക പ്രപഞ്ചം മാത്രമേ യാഥാർത്ഥ്യമായി ഉള്ളെന്നും അത് സ്വയം ഉണ്ടായതാണെന്നും സമർത്ഥിക്കുന്നു. അദ്വൈതവാദികളാകട്ടെ ബ്രഹ്മം എന്നൊരു അമൂർത്ത തത്വം മാത്രമേ യാഥാർത്ഥ്യമായി ഉള്ളെന്നും പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം അയാഥാർത്ഥ്യങ്ങളാണെന്നും ആത്മാവ് ബ്രഹ്മത്തിന്റെ ഒരു പ്രതിഭാസമാണെന്നും അഭിപ്രായപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.